പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു 7 പ്രാവശ്യം ശാബത്തിൽ സൗഖ്യം നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് സുവിശേഷ ഭാഗമായിട്ട് സഭ ധ്യാനിക്കുന്നതിന് ക്രമീകരിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ 18 സംവത്സരം കൂനിയായ സ്ത്രീയെ യേശുക്രിസ്തു ശാബത്തിൽ സുനഗോഗിൽ വെച്ച് സൗഖ്യമാക്കുകയും തുടർന്ന് പരീശന്മാർ അതിന് എതിരായിട്ട് രംഗത്ത് വരികയും യേശുക്രിസ്തു സന്ദർഭോചിതമായ മറുപടിയാൽ അതിനെ നിശബ്ദമാക്കുകയും ചെയ്യുന്നുണ്ട്. യേശു തമ്പുരാൻ സുനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൂനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകുന്നത്. ഒരുപക്ഷെ പ്രസംഗം നിർത്തിയ ശേഷം ഈ കൂനിയായ സ്ത്രീ അടുക്കിലേക്ക് വരികയും അവരെ കൈവച്ച് സൗഖ്യമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഉപദേശിക്കുക അഥവാ പഠിപ്പിക്കുക മാത്രമല്ല, അവിടെ സൗഖ്യവും കൂടിയുണ്ട്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഉപദേശവും പ്രവർത്തനവും, പ്രീച്ചിങ് ആൻഡ് ആക്ഷൻ, ഇത് രണ്ടും സംയോജിച്ചു പോകുന്നു. നമ്മുടെ എല്ലാം ശുശ്രൂഷയിൽ ക്രിസ്തുവിൻ്റെ ഈ ഒരു സ്വഭാവ വൈശിഷ്ട്യം നമുക്കും അനുകരിക്കാവുന്ന ഒന്നാണ്. 18 സംവത്സരം രോഗത്താൽ അടിമപ്പെട്ട സ്ത്രീയെയാണ് യേശുക്രിസ്തു സൗഖ്യമാക്കുന്നത്. ഈ സ്ത്രീ രോഗാത്മാവിനാൽ ബന്ധിതമായിരിക്കുന്നു എന്ന് സുവിശേഷത്തിൽ കാണുന്നു. സുറിയാനിൽ റൂഹോദ് കുറുഹോനെ അഥവാ സ്പിരിറ്റ് ഓഫ് ഇൽനെസ് എന്നാണ് കാണുന്നത്. മറ്റു ചില തർജ്ജമകളിൽ സ്പിരിറ്റ് ഓഫ് ഇൻഫെമിറ്റി എന്ന് കാണുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം നോമ അസ്തനേയാസ് എന്നാണ്. ഇതിന്റെ അർത്ഥം സ്പിരിച്വൽ ഫോഴ്സസ് ബിഹൈൻഡ് ഇൽനെസ്. ഓരോ വ്യക്തിയുടെയും രോഗത്തിന് പിന്നിലുള്ള ദുഷ്ടാത്മ ശക്തികൾ, പൈശാചിക സ്വാധീനങ്ങൾ അഥവാ മാനസിക ആരോഗ്യമില്ലായ്മ എന്നിവയാണ് ഇവ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ രോഗാത്മാവ് അഥവാ സ്പിരിറ്റ് ഓഫ് ഇൽനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ ആൻഡ് സ്പിരിച്വൽ വീക്ക്നെസ് ഓർ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ സാഡ്നെസ് ആൻഡ് ഫീലിംഗ്. മാനസികവും ധാർമ്മികമായ ബലഹീനതകളും വൈകാരികമായ ദുഃഖാവസ്ഥയും ഈ പദം സൂചിപ്പിക്കുന്നു. 18 സംവത്സരം നുകരുവാൻ കഴിയാതെ നിലത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന, മേലോട്ട് നോക്കുവാൻ കഴിയാത്ത സ്ത്രീയെ കൈവച്ച് യേശുക്രിസ്തു സൗഖ്യമാക്കി അവരുടെ കൂന് നിവർത്തുന്നു. സ്ത്രീപക്ഷ വേദശാസ്ത്രജ്ഞ ആയ എലിസബത്ത് ഫിയോറൻസ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണ്. നിലത്തേക്ക് നോക്കി കൂനിയായിരിക്കുന്ന സ്ത്രീയുടെ കൂനിനെ അവർ പ്രതീകാത്മകമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അവർ പ്രകാരം പറയുന്നു, ദ ബെൻഡ് സിംബലൈസസ് സ്ട്രക്ചറൽ ഓപ്പറേഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈലൻസ് ഓഫ് വിമൻ എന്ന് പറഞ്ഞാൽ കൂന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രപരമായ പുരുഷാധിപത്യവും സ്ത്രീത്വത്തെ നിശബ്ദമാക്കുന്നതായ വ്യവസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ സ്ത്രീയുടെ കൂനിനെ സൗഖ്യമാക്കിയത് വഴിയായി അവരുടെ അഭിപ്രായത്തിൽ ചിന്തിക്കുമ്പോൾ സ്ത്രീത്വത്തിന്റെ അന്തസ്സ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ഈ കാഴ്ചപ്പാട് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നതിനും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനും അവർക്ക് ലഭ്യമാകുന്ന ജെൻഡർ ജസ്റ്റിസ്, ഇക്വാളിറ്റി ഇതൊക്കെയും നൽകുന്നതിനും നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ചിന്തയാണിത്. ഈ സംഭവത്തിന്റെ മറ്റൊരു പ്രത്യേകത, സൗഖ്യമാക്കുന്നതിന് വേണ്ടി കൂനിയായ സ്ത്രീയോ സ്ത്രീക്ക് വേണ്ടി മറ്റാരോ യേശുക്രിസ്തുവിനെ സമീപിക്കുന്നില്ല. പ്രസംഗ സമയത്ത് സ്ത്രീയെ കണ്ടുകൊണ്ട് യേശുക്രിസ്തു അവളുടെ അടുക്കിലേക്ക് വരികയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു. ഈ സൗഖ്യത്തിന് മുൻകൈ എടുക്കുന്ന ക്രിസ്തുവാണ്. ഇവിടെ നാം പരിചയപ്പെടുന്ന ക്രിസ്തു നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇങ്ങോട്ട് വരികയും മുൻകൈ എടുത്ത് നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. നാം ആവശ്യപ്പെടാതെ ദൈവം നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷാകരമായ ദൗത്യത്തിന് ലോകത്തിലേക്ക് അയച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്, ദൈവത്തിൻ്റെ മുൻകൈയാണ്.
അത് ലോകം ആവശ്യപ്പെടുന്നതിന് മുമ്പെയാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മളെ കരുതുന്നതായ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ യേശുതമ്പുരാൻ രോഗസൗഖ്യത്തിന് മുൻകൈ എടുത്തതുപോലെ നമ്മുടെ സമകാലിക ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന്, ആവശ്യപ്പെടാതെ തന്നെ അവരുടെ അടുക്കലേക്ക് എത്തിച്ചേരുന്നതിനും, രോഗഭാരത്താൽ വലയുന്നവരെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്നതിനും നമുക്കൊരു കാഴ്ചപ്പാട് ഈ വേദഭാഗം നൽകുന്നു. യേശുതമ്പുരാൻ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകിയത് നമ്മുടെ ആരാധനക്രമത്തിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ക്രൂശുമരണവും അത് മുഖാന്തരം ലോകത്തിന് നൽകുന്ന പാപമോചനവുമായി ബന്ധപ്പെട്ടാണ് പ്രതീകാത്മകമായി വ്യാഖ്യാനിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ ഏവൻഗേലിയോൻ വായനയ്ക്ക് ശേഷം പാടുന്ന ഗീതത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞാനിവിടെ ഒന്ന് പാടാം. ആദാം അവശത പൂണ്ടപ്പോൾ രക്ഷിപ്പാനായി ലേവ്യ പുരോഹിത നിബിയന്മാരാരും ചെന്നില്ല. നിബിയർ നാഥൻ വന്നെഴുന്നേച്ചു മുറിവുകൾ കെട്ടി തിരുമേര് തങ്ങൾ ദാനം ചെയ്തിട്ടവനെ തൻ താതൻ അർപ്പിച്ചു. കൃപയാൽ എന്നെ പാലിച്ച കർത്താവേ സ്തോത്രം. ഹാലേലുയ്യ ഏവം ഘോഷിച്ചാൻ. ആദാമി വംശത്തിന് ക്രിസ്തു നൽകിയ രക്ഷ ഈ സൗഖ്യത്തിൻ്റെ പ്രതീകമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ ഭാഗത്തുനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു ചിന്ത സഭാപിതാവായ അംബ്രോസ് ഇതിനെ വ്യാഖ്യാനിക്കുന്ന അടിസ്ഥാനത്തിലുള്ളതാണ്. അദ്ദേഹം കൂനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകിയത് പ്രതീകാത്മപരമായും മനഃശാസ്ത്രപരമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. 18 സംവത്സരമായി കൂനിയായിരിക്കുന്ന സ്ത്രീയെ സൂചിപ്പിക്കുന്നത് മനസ്സിൻ്റെ വളവിനെയാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. ബെൻഡ് ഓഫ് സോൾ ഓർ മൈൻഡ്, അതാണ് കൂന് സൂചിപ്പിക്കുന്നത്. അഥവാ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വളവിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിൻ്റെ നേരെയല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ലോകഭാരത്താലും ലൗകിക ചിന്തയാലും വലയുന്ന ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മൈൻഡ് ഇൻക്ലൈൻ ടു എർത്ത്ലി റിവാർഡ്സ് ആൻഡ് ബർഡൻ. ഭാരത്താലും ഈ ലോകത്തിൻ്റെ ചിന്തയാലും മനസ്സ് മുഴുകുമ്പോൾ മനസ്സിന് വളവുണ്ടാകുന്നു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. മനസ്സ് ഭാരപ്പെടുന്നത് ലൗകികമായ അധികാരത്തിനും അതുപോലെ സമ്പത്തിനും വേണ്ടി നമ്മൾ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ്. മനസ്സിൻ്റെ ഭാരത്തെ അല്ലെങ്കിൽ മനസ്സിൻ്റെ കൂനിനെ അദ്ദേഹം ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. എ മൈൻഡ് ലെസ്റ്റ് ഫോർ വെൽത്ത് ആൻഡ് പവർ. അധികാരത്തിനും അതുപോലെ സമ്പത്തിനും വേണ്ടി അമിതമായി ഭാരപ്പെടുന്ന, അമിതമായി ആഗ്രഹിക്കുന്ന മനസ്സാണ് വളഞ്ഞു നിൽക്കുന്നത്. ഈ വ്യാഖ്യാനം നമ്മുടെ എല്ലാം ആത്മീയ ചിന്തയെ സ്വാധീനിക്കട്ടെ. നമ്മുടെ മനസ്സ് ചിലപ്പോൾ ബെൻഡായിട്ടുണ്ടാവും, വളഞ്ഞിട്ടുണ്ടാകാം. പല പല ജീവിത സാഹചര്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും അടിമയായി തീരുകയും ജീവിതഭാരത്താലും പണത്തിനും അധികാരത്തിനും മറ്റു പലതിനും വേണ്ടി നാം കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സും ആത്മാവും ഒരുപക്ഷെ കൂനിയായ സ്ത്രീയുടെ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, വളഞ്ഞിരിക്കുന്ന മനസ്സുകളെ, സ്ട്രെയിറ്റ് അല്ലാത്ത മൈൻഡിനെ, സ്ട്രെയിറ്റ് അല്ലാത്ത ചിന്തകളെ നേരെയും ഋജുവാക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യും. നമ്മുടെ മനസ്സിനെ ദൈവത്തിൽ നകറ്റുന്നതായ സ്വാധീന ശക്തികൾ, ഇവയെ തിരിച്ചറിയുവാനും അതിനെ തിരുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് വാക്വം ചെയ്യുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ രൂപാന്തരം നമുക്കുണ്ടാകുന്നത്. റീ ഓർഡറിങ് മൈൻഡ്,
മനസ്സിനെ പുനർക്രമീകരിക്കുക. കാം ദ മൈൻഡ്, മനസ്സിനെ ശാന്തമാക്കുക, മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിക്കുക. സഭാപിതാവായ അത്തനേഷ്യസ് മനസ്സ് രൂപീകരിച്ച് സംബന്ധിച്ച് വ്യാഖ്യാനിക്കുന്നതാണ് മൈൻഡ് സെറ്റിൽ അപ്പോൺ ഗോഡ്. ദൈവത്തിൽ കേന്ദ്രീകൃതമായ മനസ്സ്, അതാണ് രൂപാന്തരപ്പെടുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെ ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. മാർച്ച് മാസം 10-ാം തീയതി പത്രത്തിൽ വന്ന ഒരു സെൻസസ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികളിൽ വന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. 74% വിദ്യാർത്ഥികൾ പഠന ആവശ്യങ്ങൾ കഴിഞ്ഞ് അഡീഷണൽ 2 മണിക്കൂർ കൂടി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 24% വിദ്യാർത്ഥികൾ പഠനാവശ്യം കഴിഞ്ഞ് 4 മണിക്കൂർ എക്സ്ട്രാ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു. നമ്മളിൽ എല്ലാവരിലും വ്യത്യസ്തമായ അടിമത്തങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാൻ സാധ്യതയുണ്ട്. താഴേക്ക് നോക്കുന്ന മനസ്സ് നിവർത്തി മേലോട്ട് നോക്കുമ്പോഴാണ് ശരിയായ രൂപാന്തരം നമുക്കുണ്ടാകുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ദൈവിക കൃപകൾ ലഭിക്കുന്നവർക്ക് മാത്രമേ മനസ്സിന്റെ വളവുകളെ നേരെയാക്കുവാൻ സാധിക്കുകയുള്ളൂ, ദൈവത്തിലേക്ക് നോക്കുന്നവർക്ക്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. യേശുക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. ഈ ദിവസത്തെ ഖണ്ഡിപ്പിന്റെ സമയത്തുള്ള പ്രാർത്ഥനയിൽ ഈ ആശയം മനോഹരമായിട്ട് പിതാക്കന്മാര് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പാട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദീണാൾ കൂനിരുന്നോൾ തൻ ഓനു നിവർ തോന്മാശിഹായെ പാപത്തിൻ കൂനിൽ നിന്നും ഹൃദയം ചൊവ്വാക്കിടണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.